എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് വിഷയം എന്ന് വെച്ചാൽ യോഹന്നാൻ 6:27 പിതാവായ ദൈവം എന്നിൽ അംഗീകാരമുദ്ര ചാർത്തിയിരിക്കുന്നതാണ്. അംഗീകാരമുദ്ര എന്ന് പറയുന്നത് സ്വീകാര്യതയാണ്. സ്വീകാര്യത, അംഗീകാരമുദ്ര ഉണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കപ്പെടത്തുള്ളൂ. ഇപ്പം ഈ അംഗീകാരമുദ്ര എങ്ങനെ വന്നാന്നറിയാവാ? ഈ ലേവായ പുസ്തകം 9:2 ഊനമറ്റതെന്ന് പറഞ്ഞൊരു പ്രത്യേക വചനമുണ്ട്. നമുക്കത് വായിക്കാം. അവൻ അഹറോനോട് പറഞ്ഞു പാപപരിഹാര ബലിക്കായി ഊനമറ്റൊരു കാളക്കുട്ടിയെയും ദഹനബലിക്കായി ഊനമറ്റൊരു മുട്ടാടിനെയും കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കണം. അപ്പൊ എന്താ പ്രശ്നം വെച്ചാല്, കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് കായന്റെ ബലി പോലെ വരരുതെന്നുള്ളതാണ്. കായന്റെ ബലി ദൈവം സ്വീകരിച്ചില്ലല്ലേ. അപ്പം അതുപോലെ തന്നെ ഈ ചില കൊമ്പൊടിഞ്ഞാട്, കോങ്കണ്ണുള്ള ആട്, ചട്ടുള്ള ആട്, മുടന്തുള്ള ആട്, അതിനെ കൊണ്ടുവരാതിരിക്കാനാണ് ഊനമറ്റതെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് കൊടുക്കേണ്ടത് ശ്രേഷ്ഠവും നന്മയുള്ളതും എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് കർത്താവ് പറയണത് പാപപരിഹാര ബലിക്ക് എനിക്ക് അംഗീകാരമുദ്ര ചാർത്തിയിരിക്കണം എന്ന് പറയണം. അപ്പോൾ അത് കർത്താവ് ആ കാര്യത്തെ കുറിച്ച് കോൺഷ്യസ് ഉള്ള ആളായിരുന്നു. എന്താണ്? കുരിശിലെ ബലിയെക്കുറിച്ച് നല്ല കോൺഷ്യസ് ആണ്. യോഹന്നാൻ 6:27 പിതാവായ ദൈവം അവന്റെ മേൽ അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നു. ഇതാ ഈ മുദ്ര, അംഗീകാര മുദ്ര വെച്ചിരിക്കുന്നത്. മുറപ്രകാരമുള്ള ഹനനയാഗങ്ങളിലെ ഹോമയാഗങ്ങൾ സംപ്രീതനായില്ലേ നമ്മൾ വായിച്ചില്ലേ? അത് ഊനമറ്റ സംഭവം ആയതുകൊണ്ടും മൃഗബലി ആയതുകൊണ്ടുമാണ്. മൃഗബലി മനുഷ്യൻ ചെയ്ത പാപത്തിന് മൃഗങ്ങൾ എന്ത് പിഴച്ച്, അതാണ് ആ ഒരു ലോജിക്ക്. സങ്കീർത്തനം 46 വായിച്ചേ. ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല, എന്നാൽ അവിടുന്ന് എന്റെ കാതുകൾ തുറന്നു തന്നു. ദഹനബലിയും പാപപരിഹാര ബലിയും അവിടുന്ന് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. എന്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എന്റെ സന്തോഷം. അതായത് ലക്ഷണമൊത്ത ആടെന്ന് പറഞ്ഞ ആരാണെന്നറിയാവോ? ദൈവത്തിന്റെ ഹിതം സന്തോഷത്തോടെ നിറവേറ്റുന്നതാണ്. ഇപ്പൊ ദൈവത്തിന്റെ ഹിതം നമുക്ക് എങ്ങനെയും നിറവേറ്റാം. ചില ആൾക്കാർ കാര്യങ്ങളൊക്കെ, ചില സഹകരണങ്ങളൊക്കെ എടുക്കും, പക്ഷെ പെറുപിറുക്കും. അപ്പൊ അതിന്റെ ലക്ഷണമൊത്ത സ്വഭാവം പോവും. കാര്യം സീൽ കിട്ടത്തില്ല. അതിനെ ദൈവത്തിന്റെ കർത്താവ് എന്താ? ഇതാ ഞാൻ വരുന്നു, അങ്ങനെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അപ്പൊ ഈ ഇഷ്ടം നിറവേറ്റാളിൻ്റെ മൗലിക വികാരം എന്തായിരിക്കണം? നിരാശയും പെറുപിറുപ്പും അല്ല, സന്തോഷമായിരിക്കണം. എന്തെങ്കിലും സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ സ്വീകാര്യത കിട്ടാൻ വേണ്ടി സന്തോഷത്തോടെ ദൈവനാമത്തെ ഏറ്റെടുക്കണം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.